2025 തുടക്കത്തിൽ വേൾഡ് ഇക്കണോമിക് ഫോറം ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ 1000-ലധികം എംപ്ലോയേഴ്സ്, വലിയ തൊഴിൽ ദാതാക്കളെയും അതുപോലെ തന്നെ 55ഓളം സമ്പദ് വ്യവസ്ഥയെയും പഠിച്ച് അവരിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരുപാട് ഇഫേർട്ട് ഇട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025. ഈ റിപ്പോർട്ട് പ്രകാരം 2030 ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള തൊഴിലുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിൽ നിൽക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ തൊഴിലുകളാവാം 2030 ഈ ഭൂലോകത്ത് നിന്നും എന്നേക്കുമായി ഇല്ലാതാകുന്നതും എന്നുള്ള പഠനമാണ് കൃത്യമായി നടത്തിയിട്ടുള്ളത്. പൊതുവിൽ എല്ലാ പഠനങ്ങളും നമ്മളോട് പറയുന്നത് നമ്മുടെ ഒരുപാട് തൊഴിലുകൾ ഇല്ലാതാവും AI കാരണം, അല്ലെങ്കിൽ AI കടന്നു കയറ്റം കൊണ്ട്, കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു കയറ്റം കൊണ്ട് നമുക്ക് ഒരുപാട് തൊഴിലുകൾ നഷ്ടമായേക്കാം എന്നുള്ളതാണ് എല്ലാ റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നെങ്കിലും ഈ ഒരു റിപ്പോർട്ട് പ്രത്യേകം അടയാളപ്പെടുത്തുന്നത് 92 മില്യൺ ജോബ്സ് 2030 നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അത് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. 92 മില്യൺ ജോബ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് 170 മില്യൺ പുതിയ ജോബ് 2030 ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് വളരെ വിശകലനം ചെയ്തിട്ടുള്ള ഈ ഒരു പഠനം നമ്മളോട് അവതരിപ്പിക്കുന്നത്. ഈ ഒരു പഠനത്തെ പറ്റി കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. യൂട്യൂബിലോ മറ്റോ യാതൊരു തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇന്ത്യയിൽ തന്നെ 1-2 വീഡിയോസ് ആണ് ഈ ഒരു പഠനത്തെ പറ്റി നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു പഠനത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എന്താണ് എന്നറിയാതെയാണ് മിക്കപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു തൊഴിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഉപരിപഠനത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമൂഹവും അധ്യാപകരും ഈ ഒരു കാര്യം പൂർണ്ണമായും മനസ്സിലാക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിവരം നമ്മളും കൂടെ അറിയേണ്ടതാണ്. എന്തുകൊണ്ട് ഈ ഒരു വിവരം നമ്മളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമമായിട്ടുള്ളത്. കാരണം മിക്ക കുട്ടികളും പല കോഴ്സുകളൊക്കെ ഓപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ 1000-ലധികം ലോകത്തിലെ എംപ്ലോയേഴ്സ്, അവര് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലോകത്ത് തൊഴിൽ നൽകുന്ന അവരെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ ഈ ഒരു പഠനത്തെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫ്യൂച്ചർ പ്രൂഫ് കരിയേഴ്സ്, അതായത് ഭാവിയിൽ ഏതൊക്കെ തരത്തിലുള്ള കരിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭാവിയിലെ തൊഴിൽ ജീവിതത്തിൽ ശോഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു 250 പേജുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് വേൾഡ് എക്കണോമിക് ഫോറം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് എന്ന് ഉള്ള ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ജോബ് മാർക്കറ്റ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചിലൂടെയാണ്. അതായത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ജോലികൾ നാളെ ഉണ്ടാവുമോ എന്നുള്ള തരത്തിലല്ല ഉള്ളത്. അതൊരു വലിയൊരു അടിസ്ഥാനപരമായി വലിയൊരു മാറ്റത്തിലേക്കാണ് കടക്കുന്നത്. ആ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ അറിയുന്നതാണ്. ഇതിന്റെ ഉപരിപ്ലവമായ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വളരെ കൃത്യമായ ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. ആ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മളൊരു പുതിയൊരു കോഴ്സ് അല്ലെങ്കിൽ പുതിയൊരു കരിയറിലേക്ക് കടന്നു ചെല്ലാൻ പാടുള്ളൂ എന്നതാണ്. അപ്പോൾ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. എല്ലാ തരത്തിലുള്ള ജോലികളും, ഏതാണ്ട് 60%-ലധികം ജോലികളും ടെക്നോളജി ഡ്രിവൺ ആയിട്ട് മാറും, ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറും. നമ്മൾ പലപ്പോഴും കരുതുന്നത് ചില ജോലികളിലേക്ക് ടെക്നോളജി കടന്നു കയറ്റം നടത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ നടത്തുന്ന 60%-ലധികം ജോലി മേഖലയിലേക്ക് ടെക്നോളജി കടന്നു വരും. അതുപോലെ തന്നെ ടെക്നോളജിയിൽ തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞത് AI തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ ജോലിയിലേക്കും കടന്നു വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് 60%-ലധികം, അതായത് ഇന്ന് നിലവിലുള്ള ജോലികളിൽ ഒട്ടുമിക്ക ജോലികളിലേക്ക് അത് കടന്നു വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇന്ന് നമ്മൾ വളരെ മാനുവൽ ആയിട്ട് ചെയ്യുന്ന എല്ലാ മേഖലകളിലേക്കും, മാനുവൽ ആയിട്ട് ജോലി ചെയ്യുന്ന മേഖലകളിലേക്കൊക്കെ ഓട്ടോമേഷൻ കടന്നു വരും. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ മാനുവലി ചെയ്യുന്ന ജോലികളിൽ നിന്ന് മാറി അത് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീന്റെ സഹായത്തോടു കൂടി, അങ്ങനെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ജോലി ഓട്ടോമേറ്റഡ് ആയി മാറും. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ജോലിയിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. അതും ഏതാണ്ട് 70%-ലധികം ജോലിയിലെയും ഈ ഒരു ഓട്ടോമേഷൻ ബാധിക്കും. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി മാത്രമേ നമ്മളൊരു കരിയർ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഗ്രീൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു ഭൂപ്രകൃതി പ്രകാരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള 2030 എല്ലാ തരത്തിലുള്ള ഇന്റർനാഷണൽ കരിയറിലും ഒരു ഗ്രീൻ ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാ ജോലികളും എപ്പോഴും ഒരു ഇക്കോ ഫ്രണ്ട്ലി ആസ്പെക്റ്റിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. അതായത് മോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനത്തെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള തൊഴിൽ സാധ്യതകളൊക്കെ. സുസ്ഥിരമല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈഫിന്, ഒരു ഗ്രീൻ ട്രാൻസിഷന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ കരിയറും അതുപോലെ തന്നെ പഠനങ്ങളും ഒന്നും മുന്നോട്ട് പോയില്ല എന്നുള്ളത് തന്നെയാണ് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. ഈ ഗ്രീൻ ട്രാൻസിഷനിൽ പ്രത്യേകം അവര് മുന്നോട്ട് വെക്കുന്ന മേഖലകളിൽ ക്ലൈമറ്റ് ചേഞ്ച്,
അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, അതുപോലെ സോളാർ എനർജി, പ്രത്യേകിച്ച് റിന്യൂവൽ എനർജി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇത്തരത്തിലുള്ള മൊറോവർ സർക്കുലർ എക്കണോമി, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ തന്നെ വീണ്ടും ഉപയോഗിച്ച് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജോബ് മേഖല, ആ ഒരു ഇംപ്ലിക്കേഷൻ നമ്മുടെ എല്ലാ ജോബിലേക്കും, നമ്മൾ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോബിനായിരിക്കില്ല, എല്ലാ ജോബിലേക്കും ഈ പറഞ്ഞ ഗ്രീൻ ട്രാൻസിഷൻ എന്നുള്ള ഒരു അതിന്റെ ഒരു എലമെന്റ് ഇല്ലാതെ ഒരു ജോലി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയാലും ഒരു ഡോക്ടർ ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലെല്ലാത്തിനും ഈ പറഞ്ഞ ഒരു ഗ്രീൻ ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തരത്തിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. പ്രത്യേകിച്ചും ആഗ്രോണോമി അല്ലെങ്കിൽ ആഗ്രോണമിസ്റ്റിലൊക്കെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ജോലിയിലും ബാധകമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ആ ഒരു ജോലി അല്ലല്ലോ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അതെന്നെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ജോബ് യു ഓപ്റ്റ്, എല്ലാ ജോലിയിലേക്കും ഈ പറഞ്ഞ പോയിന്റ്സുകൾ റെലവെന്റ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ആദ്യം കാണേണ്ടത്, ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് പ്രകാരം നമ്മുടെ ചില ജോബുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ജോബുകൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചില ജോബുകൾ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി മാറും, ചില ജോബുകൾ പുതിയതായിട്ട് വരുമെന്ന് പറയാം. നമുക്കതിൽ ആദ്യം ഇനി ഇല്ലാതാവുന്ന ജോലികളെ പറ്റിയിട്ട് പറയാം. പ്രത്യേകിച്ചും ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം വളരെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അത് പ്രകാരം ഇനി അങ്ങോട്ടേക്ക് സാധ്യത ഇല്ലാതാവുന്ന, പ്രത്യേകിച്ചും ഒരുപാട് ജോലികളുണ്ട്, അതിലൊരു 10-15ഓളം ജോബ്സ് നമുക്ക് ഒരിക്കലും സാധ്യത ഇനി ഇല്ലാത്തതാണ്. പ്രത്യേകിച്ചും പോസ്റ്റൽ സർവീസ് മേഖലകളിലുള്ള ജോലികൾ, ബാങ്ക് ടെല്ലേഴ്സ് ആൻഡ് റിലേറ്റഡ് ക്ലർക്സ്, ഡാറ്റ എൻട്രി ക്ലർക്സ്, കാഷ്യർ ടിക്കറ്റ്സ് ക്ലർക്സ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ്, പ്രിന്റിംഗ് റിലേറ്റഡ് ട്രേഡ് വർക്ക്സ്, അതുപോലെ അക്കൗണ്ടിംഗ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് പേറോൾ ക്ലർക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് അക്കൗണ്ടിംഗ് മേഖല. അപ്പൊ ഈ അക്കൗണ്ടിംഗ് മേഖല പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എത്രത്തോളം മാനുവൽ ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗും ഡാറ്റ എൻട്രി, അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ഒക്കെ അവൈലബിൾ ആവുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഈ റെക്കോർഡിംഗ്, മെറ്റീരിയൽ സ്റ്റോറിംഗ്, അത്തരത്തിലുള്ള ജോലികൾ ഉണ്ടാവില്ല. ഡോർ ടു ഡോർ സർവീസ്, അത്തരത്തിലുള്ള ജോലികൾ ഇല്ലാതാവുന്നതാണ് പറയുന്നത്. സ്മോൾ സ്കെയിൽ റീറ്റെയിൽ സെക്ടേഴ്സിലൊക്കെ ജോലികളൊക്കെ അതിൽ പെടും. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്, ക്ലെയിംസ് അഡ്ജസ്റ്റേഴ്സ്, എക്സാമിനേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, നമുക്ക് നേരിട്ട് നമ്മളെ പരിചയമുള്ള മേഖല അതൊന്നും നമ്മുടെ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ ലീഗൽ ഒഫീഷ്യൽസിന്റെ ഒക്കെ സാധ്യതകൾ കുറയുന്നതാണ് പറയുന്നത്. ലീഗൽ സെക്രട്ടറീസ്, ടെലിമാർക്കറ്റേഴ്സ്, ഇതൊക്കെയാണ് പൊതുവിൽ ഇല്ലാതാവുന്ന ജോലികൾ. അപ്പൊ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജോലികളെ പറ്റി നമുക്ക് കാണാം. ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, fintech engineers, AI and machine learning specialists, software and application developers, security managers and specialists, data warehousing specialists, autonomous and electric vehicle specialists, UI and UX designers. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് മാർക്കറ്റിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് UI and UX ഡിസൈനേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലൈറ്റ് ട്രക്ക് ഓർ ഡെലിവറി സർവീസ് ഡ്രൈവേഴ്സ്, നമുക്ക് ലൈറ്റ് ട്രക്കുകൾ, ചെറിയ വാഹനങ്ങളുടെ ഉപയോഗം കൂടുമെന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സ്പെഷ്യലിസ്റ്റ്, അതായത് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ജോബ്സ് ഉണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലുണ്ട്. ഡാറ്റ അനാലിസിസ് ആൻഡ് സയന്റിസ്റ്റ് മേഖലയിൽ ജോലി കൂടുതലാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് സാധ്യതകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനാലിസ്റ്റ്, ഡോപ്സ് എഞ്ചിനീയേഴ്സ്, റിന്യൂവബിൾ എനർജി എഞ്ചിനീയർ, അങ്ങനെ ആ തരത്തിലുള്ള ജോലികൾക്കാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് ജോബ്സ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം 92 മില്യൺ ജോബ്സ് നമുക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂടിയും 170 മില്യൺ ജോബ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ 92 മില്യന്റെ ഒരു ഇരട്ടിയിലധികം പുതിയ ജോലികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പുതിയ ജോലികൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകം സ്കിൽ സെറ്റുകൾ ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ ഈ കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ കുട്ടികളും ഓരോ കോഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ടത്. കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു മേഖലയിലേക്കുള്ള പഠനം തുടരുമ്പോൾ ഈ ഒരു കാര്യങ്ങളെ പൂർണ്ണമായും അന്വേഷിക്കണം. അതായത് ടെക്നോളജി മേഖലയിലാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ ഗ്രീൻ എനർജി നല്ല സാധ്യതയുള്ള മേഖലയാണ്. കെയർ എക്കണോമി, അതായത് നമ്മുടെ ആൾക്കാരെ പരിചരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കെയർ, സപ്പോർട്ട്, അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ പരിചരണ വിഭാഗം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതലുണ്ടാവും. ഹെൽത്ത് കെയർ, അതുപോലെ കുട്ടികളുടെ കെയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടീച്ചിങ്, അതുപോലെ ചൈൽഡ് കെയർ, ഏർലി ചൈൽഡ്ഹുഡ്
എഡ്യൂക്കേഷൻ, അങ്ങനെ പ്രീ സ്കൂളുകൾ, നാനീസ്, അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരും. അതുപോലെ കെയർ സെക്ടറിൽ വരുന്നതാണ് സോഷ്യൽ വർക്കുകൾ, കൗൺസിലിംഗ് സപ്പോർട്ട്, ഗൈഡൻസ്, അങ്ങനെയുള്ള സപ്പോർട്ട് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന കൗൺസിലിംഗ്, സോഷ്യൽ വർക്ക് കോഴ്സുകൾക്ക് നമുക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പേഴ്സണൽ കെയർ സർവീസ്, അതുപോലെ ഡൊമസ്റ്റിക് വർക്ക് സപ്പോർട്ട്, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന ജോലികൾക്ക് സഹായകരമാവുന്ന തൊഴിലുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ. ഈ ഒരു പഠനപ്രകാരം നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ഒന്ന് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ആണ്. ഡെമോഗ്രാഫി, അതായത് ജനസംഖ്യാപരമായിട്ടുള്ള ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മാറ്റം ഇതാണ്: ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ഏജിങ് പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നു. അതായത് ഇന്ത്യയിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ നിലവിൽ ചെറുപ്പക്കാരാണ് കൂടുതലുള്ളതെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലും പ്രായം കൂടുതൽ ആൾക്കാരുടെ എണ്ണം കൂടും. അതുപോലെ ഇന്നത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെയും ഇപ്പോഴും ഏജിങ് പോപ്പുലേഷൻ ആണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ ഈ കെയർ സെക്ടർ, ഹെൽത്ത് കെയർ സെക്ടറിൽ കൂടുതൽ ജോലി ലഭിക്കുന്നത്. അപ്പോൾ ഏജിങ് പോപ്പുലേഷൻ കൂടുന്നു, അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്നുള്ളതിൽ പലപ്പോഴും കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഒരു കുടുംബത്തിൽ 1-2 കുട്ടികൾ മാത്രം ഉണ്ടാവുന്ന രീതിയിലേക്ക് മാറുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതാണ് വലിയൊരു സെക്ടർ. ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് ജോലി സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ എൽഡർലി പോപ്പുലേഷൻ, അതുപോലെ ലോ ബർത്ത് റേറ്റ്. ഞാൻ പറഞ്ഞു, ബർത്ത് റേറ്റ് കുറയുന്നു, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻക്രീസ്ഡ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം കാണുന്ന മേഖല അതാണ്. ലോകത്ത് തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ്ഡ് ലേബർ പോപ്പുലേഷൻ, വിമൻ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രത്യേക ഫീമെയിൽ ലേബർ പോപ്പുലേഷൻ കൂടിയതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. അപ്പോൾ വീട്ടിലെ ജോലികൾ സ്ത്രീകൾ ചെയ്തിരുന്നു. വീടുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെ പരിപാലിപ്പിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട് മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സ്ത്രീകളാണ്. പക്ഷെ പുതിയ ജനറേഷനിലെ സ്ത്രീകൾ എല്ലാവരും എംപ്ലോയിഡ് ആവുന്നു, ആണുങ്ങളെ പോലെ തന്നെ, അല്ലെങ്കിൽ പലപ്പോഴും ആണുങ്ങളെക്കാളും ജോലി സാധ്യത അല്ലെങ്കിൽ ഇൻകം ഏർണിങ്സ് അവർ ഉണ്ടാക്കുന്നു. അപ്പോൾ ട്രഡീഷണലി അവർ ചെയ്തു വന്നിരുന്ന ജോലി ചെയ്യാൻ പല സെക്ടറിലും ജോലി ഷെയർ ചെയ്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്നൊക്കെ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള ജോലി ചെയ്യാൻ ആളില്ലാതെ ആവുന്നു, 2 പേരും വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ലേബർ ഫോഴ്സ്, അപ്പോൾ സ്ത്രീകൾ പഴയ കാലത്ത് വീടുകളിൽ ചെയ്തിരുന്ന ജോലികളൊക്കെ ഇനിയിപ്പം 2 പേരും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്തരം ജോലി പുറമെയുള്ള ഒരു ഔട്ട്സോഴ്സ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡൊമസ്റ്റിക് മേഖലയിൽ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങളും തൊഴില്, ഭക്ഷണങ്ങളും മറ്റു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖല വളർന്നു വരുന്നുണ്ടെന്നാണ് ഈ ഒരു പഠനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഈ പഠനങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും വറി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലോകം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തൊഴിലുകൾ ഇല്ലാതാവും എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും ഈ ഒരു പഠനവും ഊന്നൽ നൽകി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇറിപ്ലേസബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ടച്ച്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും നമ്മുടെ ഒരു ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത്, ഒരു മാനുഷികമായിട്ടുള്ള ഒരു സ്പന്ദനം അല്ലെങ്കിൽ ആ ഒരു സ്പർശം, അത് ഇല്ലാതാവുന്ന ഒരു കാലഘട്ടവും അല്ല വരാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞാലും, ജോബ് മാർക്കറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഹ്യൂമൻ ടച്ച് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാനസിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാം. നമുക്ക് എത്ര തന്നെ ടെക്നോളജിയും മെഷീനറീസും വളർന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമോഷൻ അല്ല ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനം എന്നുള്ളത് അതൊരു ഇറിപ്ലേസബിൾ ആണെന്നാണ് റിപ്പോർട്ട് തന്നെ പറയുന്നത്. ആ വാക്കാണ് ഉപയോഗിച്ചത്. അതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നല്ല ഹ്യൂമൻ പ്രൊഫഷണൽസിനെ എന്തായാലും ആവശ്യമാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഈ മനുഷ്യ വിഭവങ്ങളെ ആവശ്യം എന്തിനാണ്? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സ്കിൽസ് ഉള്ള, നല്ല സോഷ്യബിലിറ്റി ആസ്പെക്ട് ഉള്ള, നല്ല എംപതി ഉള്ള, നല്ല ഇമോഷണലി കോഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് പഴയ കാലഘട്ടത്തെ വെച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ മാനസിക ആരോഗ്യത്തിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് കൂടിയിട്ടുണ്ട്. ആ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, ഉണ്ടാവാൻ വേണ്ടി പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ വെൽ ബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള, അതായത് വെൽനെസ് സെക്ടർ നമുക്കറിയാം, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യന്റെ ആരോഗ്യം സ്ഥിതിയെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും സ്ഥാപനങ്ങളും ഇനി അങ്ങോട്ടേക്ക്
നല്ല രീതിയിൽ പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളോട് വിദ്യാർത്ഥികളോട് പറയാനുള്ള മറ്റൊരു കാര്യം സ്കിൽസ് ഓവർ ഡിഗ്രീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വരാൻ പോകുന്നത്. സ്കിൽസ് ഓവർ ഡിഗ്രീസ്, അതായത് ഡിഗ്രി നമ്മുടെ പഠനത്തെക്കാൾ നമ്മുടെ കഴിവിന് വാല്യൂ വരും. കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. പക്ഷേ മിക്ക ആൾക്കാർക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല. അപ്പൊ സ്കിൽസിന് പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടം തൊട്ടടുത്തുണ്ട്, ഇപ്പോഴുണ്ട്, പക്ഷെ അതൊന്നും കൂടെ ശക്തമോ. ഫോർമൽ ക്വാളിഫിക്കേഷൻ ടു പ്രാക്ടിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻ ഡിമാൻഡ് സ്കില്ലിലേക്ക് മാറും. ഫോർമൽ ആയിട്ടുള്ള ഇത്ര ഡിഗ്രി ഉണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട് എന്നുള്ളതിന് കാര്യമില്ല, പകരം നമുക്ക് സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഈയിടെ എലോൺ മസ്ക് തന്നെ ഒരു കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലോൺ മസ്കിന്റെ കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചു എന്നുള്ളത് തന്നെ എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു ഷോ യുവർ കോഡ്സ്, നിങ്ങളുടെ കോഡിങ് കാണിക്കുക എന്നുള്ളതാണ്, അതായത് നിങ്ങളുടെ സ്കില്ല് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്കിൽ ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്താലും ആ കോഴ്സിലുള്ള സ്കില്ല് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് തിയറി പരീക്ഷയിൽ അവിടെ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നിയർലി 40% ഓഫ് ദ കറന്റ് സ്കിൽസ് വിൽ ബി ഒബ്സലീറ്റ്. ഇന്നുള്ള 40% സ്കില്ലുകളും ഒബ്സലീറ്റ് ആവും. ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ ഇൻ യൂസ്, അതായത് എന്താണ് പറയാ, കാലപ്പഴക്കം വരും, അത് കാലഹരണപ്പെട്ടു പോകും, ഇപ്പോഴതില്ലാതാവും, ഒബ്സലീറ്റ് ആവും. ആ ഒരു ടേം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് പറയുന്നത് വിദ്യാർത്ഥികളോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ കരിയർ സർവൈവൽ. ഏത് ജോലി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ജോലികളിലും അപ്സ്കില്ലിംഗ് ആവശ്യമാണ്. അപ്സ്കില്ലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ജോലി ലഭിച്ചു, ഞാൻ ഇത്ര പൈസ കൊടുത്ത് ഞാനൊരു ഡോക്ടറായി അല്ലെങ്കിൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ടീച്ചറായി, എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയി, എനിക്ക് ആ ഒരു പൊസിഷൻ കിട്ടി, എനിക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടി എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ സേഫ് ആവുന്നില്ല. തുടർന്ന് അങ്ങോട്ടേക്ക് അപ്സ്കില്ലിംഗ് ആവശ്യമാണ്. പുതിയ സ്കില്ലുകൾ നമ്മൾ കൂട്ടി കൊണ്ടുവന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ റീസ്കില്ലിംഗ്, ഇതിന്റെ കൂടെ കൂട്ടുന്നത് കൂടാതെ പുതിയതായി പഠിക്കുന്നത് കൂടാതെ ഇപ്പോഴുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ വീണ്ടും പുതിയതാക്കി ഉണ്ടാക്കണം. അപ്പോൾ റീസ്കിൽ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള പുതിയ സ്കിൽസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു സുരക്ഷ നിങ്ങൾക്ക് ഏതിലും തരുന്നില്ല. ഏത് കോഴ്സ് എടുത്താലും പല ആൾക്കാരും പറയുന്നത് ഏതെങ്കിലും പരീക്ഷ എഴുതി നമ്മൾ ഇന്നൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി എന്നുള്ളത് ഒരിക്കലും സേഫ് ആവുന്നില്ല. വീണ്ടും തുടർന്ന് ഈ സ്കില്ല് ചെയ്തു കൊടുക്കണം, പുതിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോഴുള്ള സ്കില്ലിനെ അപ്സ്കിൽ ചെയ്ത് കൊടുക്കണം, കൂടുതൽ അതിലേക്ക് കൂട്ടിയിട്ടും കൊണ്ടുവരണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടിന്യൂസ് അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് ആവശ്യമാണ്, വാട്ട് എവർ കോഴ്സ് യു ഓപ്റ്റ്. ഇനി അടുത്ത് പറയുന്നത് ഹൈബ്രിഡ് സ്കിൽ സെറ്റ്സ് ആർ ദ കീ കോമ്പണന്റ് ഓഫ് ദ ജോബ്സ് ഓഫ് 2030. ഹൈബ്രിഡ് സ്കിൽസ് ആയിരിക്കണം. നമ്മൾ മാനുവൽ സ്കിൽസ് വേണം, നമുക്ക് ടെക്നിക്കൽ സ്കിൽസ് വേണം, ഡാറ്റ അനലൈസിസ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, നമ്മൾ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കില്ലും നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഹ്യൂമൻ സ്കിൽസും ആവശ്യമാണ്. നമുക്ക് നല്ല ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള സ്കിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്ത് സ്കില്ലും കൂടെ ആവശ്യമാണ്, ഡിജിറ്റൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽസ്. അങ്ങനെ നമ്മുടെ ജോലി എപ്പോഴും എന്തായിരിക്കണം, ഒരു ഹൈബ്രിഡ് മോഡൽ ആയിരിക്കണം. ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ഒച്ചത്തിൽ നിന്ന് ക്ലാസ് എടുക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ 2030. ഞാൻ ആ ക്ലാസ് എടുക്കുന്നു, അതേപോലെ തന്നെ എനിക്ക് അത് ടെക്നിക്കലി ഞാൻ ഇല്ലാത്ത സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഗ്രീൻ ജോബ്സ് ആർ വെരി സർജിങ് എന്ന് പറയാം നമുക്ക്. സസ്റ്റൈനബിലിറ്റി, സുസ്ഥിര വികസനം, റിന്യൂവബിൾ എനർജി, എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ഗവേണൻസ്, ESG എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിലുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. അതുപോലെ റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ജോലി ഒരു മുറിയിൽ അടച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇനി വരാൻ വേണ്ടി പോകുന്നത്. വ്യത്യസ്തമായ മേഖലയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ലൊക്കേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടി വന്നു. കാരണം ഈ ഒരു വസ്തുതകൾ മനസ്സിലാക്കാതെ നമ്മൾ തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ തുടർന്ന് ഏതെങ്കിലും കോഴ്സ് ചെയ്യാനോ തയ്യാറായിട്ട് കാര്യമില്ല. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് 2025 റിപ്പോർട്ട് എങ്ങനെ കുട്ടികളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംഫസൈസ് ലൈഫ് ലോങ് ലേണിംഗ്. കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾ ലൈഫ് ലോങ് ലേണിംഗിൽ എംഫസൈസ് ചെയ്യണം. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടേമിനുള്ളിൽ നിങ്ങൾ അത് കഴിഞ്ഞു നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ സേഫ് ആവില്ല. നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് എന്റെ ജീവിതം നോളജ് സീക്കിങ്ങിനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് ലൈഫ് ലോങ് ലേണിംഗ്, അതാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സേഫ് ആവില്ല. അത് ഏത് കോഴ്സ് തന്നെയായാലും അതിനുശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെ അല്ലാതെ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം തീർത്തിട്ട് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വെച്ച് മുന്നോട്ട് പോകരുത്. ഇനി ഫോക്കസ് ഓൺ സ്കിൽസ്, നോട്ട് ജസ്റ്റ് ജോബ് ടൈറ്റിൽസ്. ഒരു ജോബ് ടൈറ്റിലും ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. ഞാൻ അക്കൗണ്ടന്റ് ആയി, ഞാൻ ഡോക്ടറായി, ഞാൻ ടീച്ചറായി എന്നുള്ള ടൈറ്റിലിനല്ല പ്രാധാന്യം. ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ടോ? ഒരു ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു ജോലികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ? അല്ലാതെ ഒരു പേരിലുള്ള ജോലി എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. നിങ്ങളുടെ തൊഴിലുള്ള പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റണം. ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ക്രിട്ടിക്കൽ തിങ്ക് ആയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് എപ്പോഴും ഒരേ വേയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ 2030 ആവശ്യമില്ല. വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, വസ്തുതാപരമായിട്ട് എടുക്കുന്ന, സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ആവശ്യം. ഏതെങ്കിലും ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ അഡാപ്റ്റബിലിറ്റി, ഏത് മേഖലയിലായാലും നിങ്ങൾ എന്തായിരിക്കണം? വളരെ അഡാപ്റ്റബിൾ ആയിരിക്കണം. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടം ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടക്കിയിരിക്കുന്ന ഒരു ജോലി ആയിരിക്കില്ല. അഡാപ്റ്റബിൾ ആയിരിക്കും. ജോലി നഷ്ടപ്പെടും, അതിനേക്കാളും മികച്ച ജോലി ലഭിക്കും. ജോലിയിലെ വേതനത്തിലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. അതായത് ഒരു ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് സേഫ് ആവില്ല. വീണ്ടും അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഗ്രോത്ത് സെക്ടേഴ്സ് ആൻഡ് സ്കില്ല് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ പോകണം. സ്കില്ല്, അതുപോലെ നമ്മുടെ ഗ്രോത്ത്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം എല്ലാ മേഖലയിലും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് ഇനിയെല്ലാം പോകുന്നത്. ഗ്രീൻ എക്കണോമി ബേസ്ഡ് ആയിട്ടാണ്. ടെക്നോളജി മേഖലയിലുള്ള തൊഴിലുകൾക്കൊക്കെ എല്ലാ തരത്തിലും സാധ്യതകളുണ്ട്. AI, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനൊക്കെ തീർത്തും സാധ്യതയാണ്. പക്ഷെ ആ സാധ്യത ഉണ്ടാവണമെങ്കിൽ അവിടെ നമ്മൾ സ്കില്ല് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് പരീക്ഷ നന്നായി പഠിച്ച് റിട്ടേൺ എക്സാമിൽ മാർക്ക് വാങ്ങി എന്നുള്ളത് കൊണ്ട് നമുക്ക് കാര്യമില്ല. ഇത്രയും കാലം ഈ ഒരു കാര്യം നമ്മൾ ഒരു വസ്തുത ഇല്ലാതെയാണ് പറഞ്ഞു വന്നിരുന്നത്. പക്ഷെ ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി ഇത് കൃത്യമായി. കാരണം 1000-ഓളം വലിയ എംപ്ലോയേഴ്സിന്റെ അഭിപ്രായമാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളുടെ ഒരു അഭിപ്രായമാണ് ഇത്. ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം സോളാർ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ, ആ സെക്ടറിലൊക്കെ നല്ല സാധ്യതയുണ്ട്. അതുപോലെ കെയർ എക്കണോമി, മനുഷ്യനെ സംരക്ഷിക്കുന്ന, മനുഷ്യനെ പരിചരിക്കുന്ന, മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ജോലികൾക്ക് നല്ല സാധ്യതയുണ്ട്. സോഷ്യൽ വർക്ക്, കൗൺസിലിംഗ്, സൈക്കോളജി പറഞ്ഞ മേഖലയാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജോബ് റോൾ ഹൈബ്രിഡ് ആവാൻ പോകുന്നു. ഒരിക്കലും ഒരു ട്രഡീഷണൽ റോളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ട്രഡീഷണൽ റോളിന്റെ കൂടെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് ആവശ്യമാണ്. വാട്ട് എവർ ജോബ്സ് യു ഓപ്റ്റ്. അതുപോലെ തന്നെ പ്രൊമോട്ട് ഹ്യൂമൻ സെൻട്രിക് സ്കിൽ, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ് സ്കില്ലിന് വളരെ പ്രാധാന്യം വരുന്നു. കാരണം ഇത്രയും ജീവിതം കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസരിച്ച് മനുഷ്യന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ടച്ച് ആവശ്യമാണ്. അതിന് നല്ല അനലറ്റിക്കൽ തിങ്കിങ് ഉള്ള ആൾക്കാർ ആവശ്യമാണ്. നല്ല ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർ ആവശ്യമാണ്. മോറോവർ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന വേർഡ് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു എജിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ സെറ്റ് ബാക്സുകൾ, റെസിലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ തൊഴിലുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. അത് പഠനകാലത്ത് തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ അതിനുവേണ്ടി തയ്യാറാക്കണം. നമുക്ക് സെറ്റ് ബാക്സും ചാലഞ്ചസും എല്ലാ ജോലിയിലും ഉണ്ടാവും. ഏതൊരു ജോലിയും ഇനി ശാശ്വതമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സെറ്റ് ബാക്സും ചാലഞ്ചസും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി പറ്റണം. അതാണ് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട റെസിലിയൻസ് എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസും, പൂർണ്ണമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരാൾക്ക് ഇനി സാധ്യതയില്ല. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആയിരിക്കണം, ഒരു എംപ്ലോയി ആയിരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ലീഡർഷിപ്പ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. മറ്റെല്ലാ ലേണിങ്ങിനെക്കാളും, തിയററ്റിക്കൽ ലേണിങ്ങിനെക്കാളും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഹൃദയസ്ഥമാക്കി വെക്കുന്നതിനേക്കാളും നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതായത് നമ്മൾ കേട്ട വാക്കുകളാണ് ഇന്റേൺഷിപ്പുകൾ, അപ്രന്റീസ്ഷിപ്പുകൾ. അതായത് ജോലിയുടെ കൂടെ തന്നെ നിങ്ങളിപ്പോ ഒരു ഫിസിയോതെറാപ്പി കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി ഉപയോഗിക്കണം. അതായത് മറ്റൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ആണ്, MBA ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളുടെ നിങ്ങൾ ഇന്റേൺഷിപ്പും
അപ്രന്റീസ്ഷിപ്പും കോഴ്സിന്റെ ഭാഗമായിട്ടും അല്ലാതെ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും. ഏത് മേഖലയിലായാലും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ സ്കിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കിനേക്കാൾ നിങ്ങൾ ചെയ്ത പ്രൊജക്ടുകൾക്കാണ് അവിടെ വാല്യൂ ഉണ്ടാവും. അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ദാൻ തിയറിറ്റിക്കൽ ലേണിംഗ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ പല ജോബുകളും റിസ്കിലുണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഇനി പറയാതെ നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് ജോബാണ് റിസ്കിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോ കുട്ടികൾ എന്തായാലും അടുത്ത് പറയുന്നത് ഒരു അഡാപ്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ജോലി എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. ജോലി നമ്മൾ നേടിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട വീണ്ടും വീണ്ടും മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പഴയ കാലത്ത് പറയുന്ന പോലെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ജോലി നേടിയത്, അതുകൊണ്ട് എന്റെ ഈ ജോലി എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പറയാൻ വേണ്ടി പറ്റില്ല. കഷ്ടപ്പെട്ടിട്ടായാലും അല്ലാതെയും ജോലി നേടിയാലും ആ ജോലിയിൽ നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് എക്സൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും അവിടെ നിന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കണം, വീണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ആ കഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഒരു ശീലമായിട്ട് തന്നെ മാറണം. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നത്, അത് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ആലോചിക്കേണ്ടതാണ്. ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ്, അതായത് ലിവറേജ് സ്കിൽ ബേസ്ഡ് ഹയറിംഗ്. എവിടെയാണോ ജോലി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാക്കി ആ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത പ്രൊജക്ടുകളെയാണ്. അതായത് നിങ്ങളൊരു എന്താണ് പറയാ, നിങ്ങളൊരു മീഡിയ സെക്ടറിലാണ് കോഴ്സ് ചെയ്യുന്നത്, മൾട്ടിമീഡിയ അല്ലെങ്കിൽ ആനിമേഷൻ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ബേസ്ഡ് ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മുതലേ ചെയ്യുന്ന നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പൊ നിങ്ങൾ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കണം. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോഴ്സിനാണ് ചേരുന്നതെങ്കിൽ ആ കോളേജിൽ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ നിങ്ങൾ എടുക്കുന്ന മറ്റു റോൾസുകൾ ഉണ്ടാവുമല്ലോ, ആ റോൾസ് ഒക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ, ഒരു പ്രൊഫൈല് നിങ്ങൾ ഇപ്പോഴും തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. നിങ്ങൾ 3 വർഷത്തെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും തന്നെ ചെയ്തു തുടങ്ങണം. അതൊക്കെ നിങ്ങളൊരു പോർട്ട്ഫോളിയോ, നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മാറാനും കോഴ്സ് കഴിഞ്ഞ് മാറാനും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ നമ്മുടെ ജോബ് മാർക്കറ്റ് നമുക്കറിയാം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചിലൂടെയാണ് പോകുന്നത്. ടെക്നോളജി ഡ്രിവൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ ഒരുപാട് ജോബ്സ് ഉണ്ടാവുന്നു, ഇനി ജോബ്സ് ഉണ്ടാവുന്നു, മാറുന്നു വരുമ്പോഴൊക്കെ അവിടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുവാണെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. വളരെ വലിയൊരു റിപ്പോർട്ടാണ്. പക്ഷെ ഇതിന്റെ ഒരു ചുരുക്കമാണ്, സമ്മറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 250 പേജുള്ള വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025. നമ്മളൊരു കോഴ്സിലേക്ക് കടക്കുമ്പോൾ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. ഇനി ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ വേൾഡ് ഇക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഗോളതലത്തിൽ നമ്മുടെ തൊഴിലും സമ്പദ് വ്യവസ്ഥയും ഒക്കെ ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും അല്ലെങ്കിൽ പല പഠനങ്ങളും നടത്തുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അതിൽ ലോകത്തിലെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും 55ഓളം വലിയ ഇക്കണോമിക്സിന് സമ്പദ് വ്യവസ്ഥയെ അനുസരിച്ച് 1000-ലധികം എംപ്ലോയേഴ്സുമായിട്ട് വളരെ കാലം നീണ്ടു നിന്ന ഒരു പഠനം നടത്തിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ ഒരു ക്യാപ്സ്യൂൾ, അതിന്റെ ഏറ്റവും ചുരുക്കമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രം ആണ് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് പറയാനുള്ളത്. എനിവേ, ഈ ഒരു വലിയൊരു സന്ദേശം കേട്ടു നിന്നതിന് നന്ദി. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.